നമസ്കാരം. ഖത്തറിലേക്ക് ഇറാന്റെ വ്യോമാക്രമണം തുടരുന്നു. മാധ്യമങ്ങളിൽ കാണുന്നതുപോലെ ഖത്തർ ശാന്തമല്ലെന്ന് ദോഹയിൽ നിന്നുള്ള ദൃക്സാക്ഷി മറുനാടനോട് പറഞ്ഞു. തുടർച്ചയായ സ്ഫോടന ശബ്ദം കേൾക്കുന്നുണ്ട്. അമേരിക്കയുടെ പ്രധാന വ്യോമത്താവളം ഖത്തറിൽ ഉള്ളതിനാൽ തുടർച്ചയായ ആക്രമണം നടക്കുന്നു. ഞങ്ങൾ ഭീതിയിലാണെന്നും പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ. ഹലോ ഗുഡ് മോർണിംഗ്. മറുനാടൻ. അതെ, ഇവിടെ ഖത്തറിൽ സിവിയർ ആയിട്ട് അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഖത്തറിലോ? എവിടൊക്കെയാ ഇപ്പോ ഈ നിമിഷം ഇവിടെ ദോഹ സിറ്റിയില് ഇപ്പൊ മണി ഇത്ര 7:30 ആവുന്നു. ഇവിടെ ഭയങ്കര അറ്റാക്കാ. കൊടുക്കുന്ന വാർത്ത തെറ്റാ. ശാന്തമല്ല, ഭയങ്കര സൗണ്ട് പക്ഷികളൊക്കെ അങ്ങോട്ട് പറക്കുക. നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ മിസൈലുകൾ വരുന്നു വീഴുന്നതൊക്കെ? കാണാനൊന്നും പറ്റുന്നില്ല. ഭയങ്കര ഒച്ചയാ ഇവിടെ. തുടരെ വന്നുകൊണ്ടിരിക്കുക. ഓ ശരി. ഇത്രയും നേരമായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നിട്ടില്ല. അപ്പോഴായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 10ഓളം വലിയ സൗണ്ടാ. അവിടെ എന്ത് വാർത്തകളുണ്ട്? നിങ്ങൾക്ക് എന്തെങ്കിലും വാർത്തകൾ ലഭിക്കുന്നുണ്ടോ അവിടെ? മറ്റവിടെ ഔദ്യോഗികമായിട്ട് എന്തെങ്കിലും? ഔദ്യോഗികമായിട്ട് ക്ലാസ്സുകൾ ഓൺലൈനാക്കി. അത്ര തന്നെ ഒരു അറിയിപ്പുണ്ടാകും വരെ. ആരെയും പുറത്തിറങ്ങണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ മൊബൈലില് ഓവർലാപ്പായിട്ട് അലേർട്ട് വരുന്നുണ്ട്. ഓക്കെ, എവിടൊക്കെ വീഴുന്നു മിസൈൽ വീഴുന്നു എന്നൊന്നും നമുക്ക് ഒരു അറിവില്ലേ? ഇതിപ്പോ ഞാൻ നിൽക്കുന്നത് ദോഹയില് ദോഹ ജദീദ് എന്ന് പറയുന്ന എന്റെ പീക്കായിട്ടുള്ള ഒരു സ്ഥലത്താണ്. അതായത് കോർണിഷിന്റെ ഒക്കെ അടുത്തായിട്ട് വരും. ഞാൻ സ്കൂൾ ടീച്ചറാണ്. ഓക്കെ. അപ്പൊ ഞങ്ങളിപ്പോ ഓൺലൈൻ ക്ലാസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ലാപ്ടോപ്പ് ഒക്കെ എടുത്തിരിക്കുമ്പോഴാണ് ഭയങ്കര ഒച്ചയായ പുറത്ത്. ഓക്കെ. പക്ഷെ എവിടെയാണെന്ന് അറിയാൻ പറ്റുന്നില്ല. വളരെ വലിയ ഒച്ചയാണ്. പിന്നെ ആകാശത്ത് നോക്കിയാൽ പക്ഷികൾ മുഴുവനും എവിടെയാണ്. അതെ. ഇനിയിപ്പം ആൾക്കാര് എന്തെങ്കിലും പറഞ്ഞറിഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പൊ ഈ ശാന്തമല്ല, വളരെ ജെന്യൂൻ ആയിട്ടുള്ള അല്ലല്ല, ശാന്തമല്ല. ഇവിടെ ഭയങ്കര ഒച്ചയാ. രാത്രി ഇന്നലെ 11:45 ഭയങ്കര ഒച്ചയായിരുന്നു. പിന്നെ ഞങ്ങള് ഉറങ്ങി, കുഴപ്പമില്ലാതെ 6 മണി വരെ കുഴപ്പമില്ലായിരുന്നു. ഇപ്പോ ഒരു 7:30 ഇവിടെ ആവുന്നു. ആ സമയത്ത് ഭയങ്കര ഒച്ച. നിലവിൽ ഖത്തർ ശാന്തമല്ല. ഖത്തർ വളരെ വളരെ ഭയാനകമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ. അമേരിക്കക്ക് എവിടെ വ്യോമത്താവളം അല്ലേ ഉള്ളത്? ഉണ്ട്. അവരുടെ ഏറ്റവും വലിയ വ്യോമത്താവളം ഇവിടെയാ, ഖത്തറിലാ. അപ്പൊ അതാ ഞങ്ങളുടെ ഒരു പേടി. കൂടുതലായിട്ട് അവർ ഫോക്കസ് ചെയ്യുന്നത് ഇവിടെയാ. അതിനെ ലക്ഷ്യമാക്കി ഇപ്പോഴും മിസൈൽ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ ഒച്ചകളാണ് കേട്ടോണ്ടിരിക്കുന്നത്. കാഷ്വാലിറ്റി എന്തെങ്കിലും ഉള്ളതായിട്ട് പറയുന്നുണ്ടോ? ഒന്നും അറിയാൻ പറ്റുന്നില്ല. ഇപ്പൊ കഴിഞ്ഞതുള്ളൂ. ഞാൻ ഈ ബോംബ് പൊട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് നിങ്ങളെ വിളിക്കുന്നത്. ഓക്കെ, നമുക്ക് എന്തെങ്കിലും വിഷ്വൽ അങ്ങനെ എന്തെങ്കിലും? പൊതുവെ ഞാൻ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാൻ നോക്കുക. നിങ്ങളിപ്പോ എടുത്തിട്ടുണ്ടോ ഈ പൊട്ടുന്നതിന്റെ സൗണ്ടോ അങ്ങനെ അവിടെ പുകയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ എടുത്തിട്ടുണ്ടോ? ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഞാൻ നിങ്ങളെ വിളിക്കാൻ, എന്റെ ഒരു അഭിപ്രായത്തില് ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു ചാനൽ ആയതുകൊണ്ടാണ് നിങ്ങളെ വിളിച്ചത്. ഓക്കെ. അപ്പം ഖത്തറിലെ രൂക്ഷമായ ആക്രമണം നടക്കുന്നു എന്ന് നമുക്ക് വാർത്ത കൊടുക്കാം. നടക്കുന്നുണ്ട്, തീർച്ചയായിട്ടും 100% ഇവിടെ ഭയങ്കര സൗണ്ടാ. ഓക്കെ. എന്നാ ജനാലകളൊക്കെ ഇങ്ങനെ കുലുങ്ങുന്ന സൗണ്ടാ. ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യേ. എഡ്വിൻ ലോപ്പസ് എന്നല്ലേ പറഞ്ഞു? ശരി. ഞാൻ എഡ്വിൻ ലോപ്പസ്. ഓക്കെ.